അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചോറിന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടാന്ന് വെച്ചു. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് തിളച്ച് വാങ്ങി വെക്കാറായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പമാണ്. അപ്പച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാലപ്പത്തിൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നേരെ ഹോൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം. കടലക്കറിയൊക്കെ ഇവിടെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇരുന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വരാം. കറിവേപ്പില കുറച്ച് പൊക്കത്തിൽ നിൽക്കുക. നമുക്കിതങ്ങ് ഒടിച്ചെടുക്കാം. കറിവേപ്പില കുറച്ച് അധികം ഒടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം കറികളിൽ ഇഷ്ടം പോലെ കറിവേപ്പില ചേർക്കുന്ന കൂട്ടത്തിലാണ്. കറിവേപ്പ് മുറ്റത്തുള്ളതുകൊണ്ടാണ് കേട്ടോ. കറിവേപ്പില ഇല്ലാതിരുന്ന സമയത്ത് അത്ര ഒന്നും ചേർക്കുകയില്ലായിരുന്നു, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഒരുപാട് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് കൂടെ കൊടുക്കാം. ചായ ഇട്ടതിൻ്റെ ബാക്കി കുറച്ച് പാലുണ്ടായിരുന്നത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് എടുത്ത് വെക്കാം. കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതങ്ങ് കഴുകി വെക്കാം. രാവിലെ ഒരാൾ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പുറത്തിരിപ്പുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് വരെ ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.
അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർത്തെടുക്കാം. അങ്ങനെ നമ്മൾ ചോറൊക്കെ വാർത്തിട്ടിട്ടുണ്ട്. ചോറൂടെ വാർത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമാണ്. പകുതി മുക്കാലും പണി അപ്പോഴത്തേക്ക് കഴിയും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് തുണി കഴുകാനുണ്ട്. അപ്പം ഞാൻ തുണിയെല്ലാം കഴുകിയിട്ട് വരാമേ. അപ്പം പിന്നെ കാണാം. താങ്ക് യു.